കയ്യിൽ പ്ലാസ്റ്റിക് കുപ്പിയുമായാണ് തിരുവനന്തപുരം പവർ ഹൌസ് ജംഗ്ഷനിലെ ബീവറേജസ് ഔട്ട്ലെറ്റിലേക്ക് ആളുകൾ എത്തുന്നത്. പ്ലാസ്റ്റിക് മദ്യക്കുപ്പിക്ക് ഈടാക്കുന്ന 20 രൂപ അപ്പോൾ തന്നെ തിരികെ വാങ്ങാനുള്ള തത്രപ്പാടിലാണ് പലരും. വാങ്ങിയ ഉടനെ മദ്യം കയ്യിലുള്ള കുപ്പിയിലേക്ക് മാറ്റി മദ്യക്കുപ്പി തിരികെ ഏൽപ്പിക്കുകയാണ്. പ്ലാസ്റ്റിക് മദ്യക്കുപ്പികൾ തിരികെ എത്തുന്നുണ്ടെങ്കിലും വാങ്ങുന്ന ഔട്ട്ലെറ്റിൽ തന്നെ കുപ്പി നൽകണമെന്ന വ്യവസ്ഥ പ്രതിസന്ധിയാണെന്നാണ് വിമർശനം. മുൻകരുതലോടെയാണ് പലരും എത്തുന്നത്. കരുതൽ കുപ്പിയാണ് താരം. മദ്യത്തോടും 20 രൂപയോടും ഒരേ കരുതൽ. ഇവിടെ ചോദിക്കല്ലേ, ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ കൊണ്ടു ഇവിടെ തന്നെ കുപ്പി മാറിയും പോവാ. പ്ലാസ്റ്റിക് മദ്യക്കുപ്പി തിരികെ നൽകിയാൽ മദ്യത്തിന്റെ വിലയോടൊപ്പം നിക്ഷേപമായി വാങ്ങിയ 20 രൂപ തിരികെ നൽകുമെന്നായിരുന്നു സർക്കാർ തീരുമാനം. ആദ്യഘട്ടത്തിൽ തീരുമാനം നടപ്പിലാക്കിയതും കരുതൽ കുപ്പിയുമായി എത്തിയാണ് ആളുകൾ പ്രതികരണം അറിയിക്കുന്നത്. വാങ്ങേണ്ട താമസം, കാഴ്ചക്കാരെ അമ്പരപ്പിക്കുന്ന വേഗത്തിൽ മദ്യം മറ്റൊരു കുപ്പിയിൽ. സ്ഥലവും സാഹചര്യവും ഏതുമാകട്ടെ, നോ പ്രോബ്ലം. അപ്പം തന്നെ കൊടുത്താൽ കിട്ടും കുപ്പി. കാര്യം ചിലർക്ക് ഒട്ടും കോമഡിയല്ല. പഠിക്കാർ എങ്ങനെ ജീവിക്കും? 500 രൂപ ജോലി കിട്ടിയ ഒരു ക്വാർട്ടർ വാങ്ങിച്ചിട്ട് പോകും. അവർ ഒരു ക്വാർട്ടർ വാങ്ങിച്ചിട്ട് കുടിച്ചിട്ട് അവൻ നേറ്റിങ്ങനെ കാട്ടക്കട അവയുടെ പോകും. ഈ 20 രൂപയ്ക്ക് കൂടെ കാവിലെടുക്കും. മദ്യം വാങ്ങിയ അതേ ഔട്ട്ലെറ്റിൽ തന്നെ ബാർകോഡ് പതിച്ച പ്ലാസ്റ്റിക് കുപ്പി നൽകിയാലേ കാര്യമുള്ളൂ. സർക്കാർ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം ഇവിടെ കുറയ്ക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യമെങ്കിൽ ഈ കേരളത്തിലെ 270ഓളം വരുന്ന ബീവറേജ് ഔട്ട്ലെറ്റുകൾ, ഈ മുഴുവൻ ഔട്ട്ലെറ്റുകൾ എവിടെ നിന്ന് മദ്യം വാങ്ങിയാലും ആ ബോട്ടിൽ അതിൻ്റെ ഈ പറയുന്ന സ്റ്റിക്കർ ഉണ്ടെങ്കിൽ അവിടെ സ്വീകരിക്കാനായിട്ട് ഒരു ഇതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഇപ്പൊ കൊടുത്താൽ കിട്ടും. ഇങ്ങനെ ഇത് കൊണ്ടുപോയ പ്രശ്നമല്ലേ? കാര്യങ്ങൾ പരസ്യ മദ്യപാനത്തിലേക്ക് കടക്കുമോ എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. മദ്യം വാങ്ങിക്കാൻ വരുമ്പോൾ അവിടെ നമ്മൾ തന്നെ കൂലിക്ക് ആളും കൊണ്ട് വരണം. ഒരു ബക്കറ്റ് വേണം, പൊട്ടിച്ച് ബക്കറ്റിൽ ഒഴിച്ചിട്ട് അതിനകത്തൊരു ഗ്ലാസ് കൊടുത്ത് ഇങ്ങനെ നടന്ന് കുടിച്ചോണ്ട്. തീരുമാനത്തിനെതിരെ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും പലരും നല്ല കുട്ടികളായി പ്ലാസ്റ്റിക് മദ്യക്കുപ്പി കൊണ്ട് ഏൽപ്പിക്കുന്നുണ്ട്. പദ്ധതി ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം, കണ്ണൂർ ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട ബിവറേജസ് ഔട്ട്ലെറ്റുകളിലാണ് നടപ്പിലാക്കിയത്. അടുത്ത മാസത്തോടെ എല്ലായിടങ്ങളിലും നടപ്പിലാകും. പ്ലാസ്റ്റിക് കുപ്പികൾ ഉടനടി തിരികെ നൽകാനുള്ള പല വിദ്യകളുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇത് ഏതറ്റം വരെ പോകുമെന്നുള്ള ആശങ്കയുണ്ട്. എങ്കിലും വഴിയിൽ വീണ് കിടക്കേണ്ട പല പ്ലാസ്റ്റിക് കുപ്പികളും തിരികെ എത്തുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണക്കുകൾ പുറത്തു വന്നാൽ മാത്രമേ അതിന് വ്യക്തതയുണ്ടാകൂ. ജയചന്ദ്രൻ പുല്ലമ്പാറയ്ക്കൊപ്പം രാഹുൽ ജി നാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.